ആരോഗ്യ മേഖലയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കും മുൻതൂക്കം നൽകി ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു പുത്തനങ്ങാടിയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് 2025-2026 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് ബാബു പുത്തനങ്ങാടി അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് രാജി സന്തോഷിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ 36,95,44,746 രൂപ വരവും 36,41,60,000 രൂപ ചിലവും 53,84,746 രൂപ നീക്കിയിരിപ്പുമായ മിച്ച ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. റോഡ് സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനായി 3.40 കോടി രൂപയും ലൈഫ് പദ്ധതിയിലൂടെ പാർപ്പിട സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി 3.65 കോടി രൂപയും വയോജനങ്ങളുടെ ക്ഷേമത്തിനായി 40 ലക്ഷം രൂപയും ആരോഗ്യ മേഖലയിൽ 80 ലക്ഷം രൂപയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായി 85 ലക്ഷം രൂപയും തെരുവുവിളക്കുകളുടെ പരിപാലനത്തിനായി 40 ലക്ഷം രൂപയും കുടിവെള്ള വിതരണത്തിനായി 40 ലക്ഷം രൂപയും വകയായി മാറ്റിവെച്ചിട്ടുണ്ട്. തുക മാറ്റിവെച്ചതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ 167ഓളം ഭൂമിയുള്ള ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് ഭവന നിർമ്മാണത്തിന്റെ പദ്ധതി നമുക്ക് തുടങ്ങി വെക്കാൻ കഴിഞ്ഞു. ഭൂമിയുള്ള ഭവനരഹിതരായിട്ടുള്ളവർക്ക് എല്ലാവർക്കും വീട് എന്നൊരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി 136 പേര് എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മുഴുവൻ ആളുകൾക്കും തുക നൽകുന്നതിനുള്ള പദ്ധതികൾ നമ്മൾക്കുണ്ട്. അത് ഈ ഒരു ഭരണസമിതി പൂർത്തിയാക്കുന്നതോടുകൂടി തന്നെ നമുക്ക് ആ വീടില്ലാത്തവർക്കെല്ലാം വീട് എന്നൊരു സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ചൂർണി ഭവന നിർമ്മാണ പദ്ധതിയും വളരെ ത്വരിതമായിട്ട് വർക്കുകൾ നമ്മൾ നടന്നു പോകുന്നുണ്ട്. ഏറ്റവും എടുത്തു പറയത്തക്ക നേട്ടം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് അംഗനവാടിക്ക് സ്ഥലം വാങ്ങി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അംഗനവാടികൾ സ്വന്തമായ കെട്ടിടങ്ങളിലേക്ക് മാറുന്നു എന്നുള്ളൊരു പ്രത്യേകത നമ്മൾക്കുണ്ട്. കഴിഞ്ഞ വർഷം പുതിയൊരു അംഗനവാടിക്ക് സ്ഥലം വാങ്ങി അതിന്റെ കെട്ടിട നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നു. അടുത്ത വർഷത്തേക്ക് 3 അംഗനവാടിക്കാണ് സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. അതിനെല്ലാം പ്രത്യേകമായും തുകകൾ മാറ്റിവെച്ചിട്ടുള്ള നല്ലൊരു ബഡ്ജറ്റ് നമുക്ക് തയ്യാറാക്കാൻ കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, ആലുവ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.